ജൂലൈ 29 വിശുദ്ധരായ മർത്തായും മേരിയും ലാസറും. വിശുദ്ധ മർത്ത പാചകക്കാർ, ബട്ട്ലർമാർ, ഡയറ്റീഷ്യന്മാർ, വീട്ടമ്മമാർ, സത്രം പരിപാലിക്കുന്നവർ, വീട്ടുജോലിക്കാർ, അവിവാഹിതരായ സ്ത്രീകൾ, സേവകർ, യാത്രക്കാർ എന്നിവരുടെ രക്ഷാധികാരിയാണ്. വിശുദ്ധ മേരി ആത്മീയ പഠനങ്ങളുടെയും പ്രഭാഷകരുടെയും രക്ഷാധികാരിയാണ്. വിശുദ്ധ ലാസർ ശവകുടീരക്കാരുടെ രക്ഷാധികാരിയാണ്. മാർത്തയും മേരിയും അവരുടെ സഹോദരൻ ലാസറും യേശുവിൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. മർത്ത ഉദാരമായി യേശുവിന് ആതിഥ്യം നൽകി. മേരി അവൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടു. മരണത്തെ അപമാനിച്ചവൻ്റെ കൽപ്പന പ്രകാരം ലാസർ ഉടൻ തന്നെ കല്ലറയിൽ നിന്ന് പുറത്തു വന്നു. തൻ്റെ സഹോദരൻ്റെ മരണശേഷം യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ ലളിതവും ശക്തവുമായ പ്രസ്താവനയാണ് മർത്തയുടെ മഹത്തായ മഹത്വം. യേശു അവളോട് പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ മരിച്ചാലും ജീവിക്കും. ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന എല്ലാവരും ഒരിക്കലും മരിക്കുകയില്ല. യേശു ചോദിച്ചു, നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? അവൾ പറഞ്ഞു, അതേ കർത്താവേ, ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ മിശിഹ നീയാണെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അവൻ അവനെ എത്രമാത്രം സ്നേഹിച്ചുവെന്ന് നോക്കൂ എന്ന് യഹൂദന്മാർ പറഞ്ഞ ഒരാളായിരുന്നു ലാസർ. അവരുടെ ദൃഷ്ടിയിൽ യേശു തൻ്റെ സുഹൃത്തായ ലാസറിനെ ഉയർപ്പിച്ചു. എപ്പോഴും യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുന്ന മറിയത്തിൻ്റെ ചിത്രം എപ്പോഴും ധ്യാനാത്മകമായ ജീവിതത്തിൻ്റെ ചിത്രമായി മാറുന്നു. അതിൽ നാം എല്ലാവരും അവൻ്റെ കാൽക്കൽ ആരാധനയോടെ ഇരിക്കാൻ വിളിക്കപ്പെടുന്നു. പ്രാർത്ഥനയേക്കാൾ പ്രാധാന്യം മറ്റൊന്നുമല്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു.